18-ാം നൂറ്റാണ്ടിലാണ് റാംപൂർ കത്തിയുടെ കഥ ആരംഭിക്കുന്നത്. സ്വാതന്ത്ര്യത്തിന് മുൻപ് റാംപൂർ ഒരു നാട്ടുരാജ്യമായിരുന്നു. രാജാവ് നവാബ് എന്ന പേരിലാണ് അറിയപ്പെട്ടിരുന്നത്. പിൽക്കാലത്ത് ഒരുപാട് നവാബുമാർ വന്നതായി ചരിത്രങ്ങളിൽ നമുക്ക് കാണാം. അന്നത്തെ കാലത്ത് ഏകദേശം ഇന്ത്യ രാജ്യത്ത് കത്തിയും കടാരയും തിളങ്ങിയിരുന്ന ഒരു കാലത്ത് നവാബുമാർക്ക് ഇഷ്ടപ്പെട്ട മുന്തിയ ഇനം കത്തിയായിരുന്നു റാംപൂർ ചാക്കു അഥവാ റാംപൂർ കത്തി. കൈകൾ കൊണ്ട് നിർമ്മിച്ചതും ഉയർന്ന നിലവാരവും ഉള്ളതുകൊണ്ട് തന്നെ അത് നവാബുമാർക്ക് പ്രിയപ്പെട്ടതായി. റാംപൂർ കത്തിയുടെ മൂർച്ചയും അതിന്റെ മനോഹരമായ രൂപകൽപ്പനയും പതിയെ പതിയെ പ്രശസ്തി ആർജിച്ചുകൊണ്ടിരുന്നു. വൈകാതെ ജനപ്രീതി പിടിച്ചുപറ്റുകയും ചെയ്തു. പിന്നീട് ബ്രിട്ടീഷ് കൊളോണിയൻ കാലഘട്ടത്തിൽ സ്വയം പ്രതിരോധത്തിനായി സാധാരണക്കാർ വരെ ഉപയോഗിച്ചു തുടങ്ങി. മാത്രവുമല്ല, യോദ്ധാക്കൾക്കിടയിൽ അവരുടെ ധൈര്യം, ധീരത, ബഹുമാനം എന്നിവയെ പ്രതിനിധീകരിക്കുന്ന ഒരു പ്രതീകമായി മാറുകയും ചെയ്തു. അങ്ങനെയിരിക്കെയാണ് ഇന്ത്യൻ സിനിമയായ ബോളിവുഡിലേക്ക് റാംപൂർ കത്തികളുടെ കടന്നുവരവ്. കുതിച്ചുയർന്ന റാംപൂർ കത്തികൾക്ക് പ്രതികൂല സാഹചര്യമായിരുന്നു.